ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് XP ഫാമാണ്. XP ഫാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ക്രിയേറ്റീവിലാണ് ഉണ്ടാക്കുന്നത്. XP ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മോബിനെ കൊല്ലുമ്പോൾ അടിയിലൊരു കാണിച്ചു തരാം. സർവൈവൽ കഴിഞ്ഞ് ഞാൻ ഇതിനെ കൊന്ന് നമുക്കൊരു ഒരു മുത്ത് പോലത്തെ ഒരു സാധനം കിട്ടൂലേ ഏതെങ്കിലും ഒരു മോബിനെ നമ്മൾ കൊല്ലുമ്പോൾ. അതാണ് XP. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻജാൻഡ് ചെയ്യാനായിട്ട് ലാപ്പീസ് വെച്ച് നമ്മൾ ഒരു ബുക്ക് പോലത്തെ ടേബിളിൽ എൻജാൻഡ് ചെയ്യൂലേ. അപ്പം നിങ്ങൾക്ക് ഹൈ എൻജാൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ആദ്യമായിട്ട് നിങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ XP കുറവാണെങ്കിൽ നിങ്ങൾക്ക് എഫിഷ്യൻസി 1, 2 ഒക്കെ കിട്ടുള്ളൂ. അതിൽ മേളുള്ളതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ SP കൂടുതലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ XP ഫാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം എന്തൊക്കെ ആവശ്യമാണ്: ടോർച്ച്, കോബിൾ സ്റ്റോൺ, പിന്നെ ചെസ്റ്റ്, ഹോപ്പർ, പിന്നെ ഒരു ഇത്തിരി സ്ലാബും വേണം, പിന്നെ ഒരു വാട്ടർ ബക്കറ്റ്. ഇത്രയൊന്നും നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഡബിൾ ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യണം. അതിന് നമുക്ക് പുല്ലും കല്ലൊക്കെ വെട്ടിക്കളട്ടെ. തിരിക്കാൻ ഇത്തിരി പണിയാണ് എൻ്റെ ഫോണിൽ. എൻ്റെ ദൈവം, ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഹോപ്പർ ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് ഇതിലിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ലാബല്ല കേട്ടോ ഗൈസ്. ഇവിടെ ഒരു സ്ലാബ്, പിന്നെ ഇതിവിടെ ഒരു സ്ലാബല്ല, ബ്ലോക്ക് പറയുമ്പോൾ തെറ്റിപ്പോവും. എന്നിട്ട് ഈ 21 ബ്ലോക്ക് അടിമേളിലേക്ക് വെക്കാം. എണ്ണി നോക്കണം കേട്ടോ, ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ വർക്കാവത്തില്ല. 21 കറക്റ്റായിട്ട് വേണം. 1 ഇപ്പം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 ഇത്ര ഹൈറ്റ് വെക്കണം. എന്നിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്യാം. ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുക. ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് കാല് മാത്രം സ്ലാബ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. കാല് മാത്രം കാണാൻ പാടുള്ളൂ, വേറൊന്നും കാണാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബിൽഡൊക്കെ വെറുതെ അത് പൊട്ടിപ്പോകും, ഇവിടെ നിന്ന് ബ്ലോക്കൊക്കെ പോകും. അതുകൊണ്ടാണ് കാല് മാത്രം കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, കാലല്ല, എല്ലാം കാണാമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചളയാം. ഇങ്ങനെ വെക്കുക. അപ്പം അതേ കണ്ട കാല് മാത്രം കാണാം. എന്നിട്ട് ഈ രണ്ട് സൈഡിലും ടോർച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ എപ്പോഴും ചെയ്യണമല്ലോ, ഇതിങ്ങനെ മേളോട്ട് വെക്കുക.
ഇങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടും നമുക്ക്. എന്നിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ഏഴെണ്ണം വെച്ച് 1 2 1 ഞാൻ 2 ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് 1 2 3 3 ഇപ്പം 4 5 6 7 കറക്റ്റായിട്ട് ആക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അടിയിൽ നിന്ന് പൊട്ടിച്ചളയ. ഇത് ഇവിടെ വെക്കുക, ഇത് ഇവിടെ വെക്കുക, ഇതങ്ങ് പൊട്ടിച്ചളയ. എന്നിട്ട് ഇത് നേരത്തെ ഇത് ഇവിടെ വെക്കുക, ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചളയ. പിന്നെ നിങ്ങൾ ചെയ്യണത് ശരിയാണെന്ന് ഇടക്കിടക്ക് നോക്കണം കേട്ടോ. ഞാൻ ഇതിനകത്തത് നോക്കണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ നോക്കണേ. ഈ സാധനം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കണം. വെള്ളം ഒഴിച്ച് നോക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് ഇവിടെ വന്ന് നിൽക്കണം വെള്ളം, ഇല്ലെങ്കിൽ ചെയ്ത വെറുതെ ആവും. അപ്പം ഇത് പോരെന്ന അർത്ഥം. അപ്പോൾ ഒരു ബ്ലോക്കും കൂടി നമുക്ക് കൂടുതൽ വേണം. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ബിൽഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് തീരുമ്പോഴേക്കും നിങ്ങൾക്കത് മോബ് നിങ്ങളെ വന്ന് വീഴൂല. അതാണ്. പിന്നെ അത് ഇങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് വന്ന് അറ്റത്ത് വന്ന് നിൽക്കണം വാട്ടർ. എന്നിട്ട് ബാക്കി എല്ലാ സൈഡും ഇതുപോലെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാം. ഇത് ഇങ്ങനത്തെ കണ്ട ഇതുപോലെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ നമ്മ ഉണ്ടാക്കണം. ഇങ്ങനെ 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 ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബോക്സ് വരെ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുക ബോക്സ് പോലെ. എന്നിട്ടത് ഫില്ല് ചെയ്യുക. ഇത് ഫുള്ള് ബ്ലോക്ക് വെച്ച് അടക്കുക. ഈ ദ്വാരം കാണാനുള്ളത് ഫുള്ളങ്ങ് അടക്കുക. ഞാൻ കട്ട് ചെയ്ത് കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബോറടിക്കും. ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് എടുക്കണതാണെങ്കിൽ എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ കുറേ നേരം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ല, ഈ സ്റ്റെപ്പിലൊരു വ്യത്യാസമില്ല. ഞാൻ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ കാണിക്കും. അങ്ങനെ ഈ 4 ഭാഗവും ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കവർ ചെയ്യാം. ഈ ഇതുപോലെ മൊത്തത്തിലൊരു ബോക്സ് പോലെ. എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം. പിന്നൊരു കാര്യം ഗൈസ്, അതായത് 2 ബ്ലോക്ക് നമ്മൾ വെക്കണം കേട്ടോ. ഇങ്ങനെ മറ്റേതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് പോലെ കവർ ചെയ്യുന്നതിന് മുമ്പ് നമ്മ ഉണ്ടാക്കി ഈ സാധനമില്ലേ, ഇത് 2 ബ്ലോക്ക് പൊക്കത്തിലാണ് വെക്കേണ്ടത്. കാരണം മനസ്സിലായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ബ്ലോക്കിലല്ലേ ഇത് ഉണ്ടാക്കിയേക്കണത്. ഇതിൻ്റെ മീതെ കൂടെ ഒരു ബ്ലോക്കും കൂടി ഇങ്ങനെ വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ട്രാപ്പ് ഡോറിന് മേളിൽ അതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ട്രാപ്പ് ഡോർ നമുക്ക് ഇങ്ങനെ വെക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് 30 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യും. ഇതുപോലെ കവർ ചെയ്തെടുക്കണം നമ്മ 2 ബ്ലോക്ക്. എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ.
നേരത്തെ പറഞ്ഞ ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ വെക്കുക, എന്നിട്ട് നേരെ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുക. തത്തയൊക്കെ പോകണ്ടല്ലോ സൈഡിൽ കൂടെ. ഞാൻ സ്പീഡ് റൺ ചെയ്യണമെന്ന്, ഞാൻ സ്പീഡ് റൺ ചെയ്താലും അടുത്താണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക സ്പീഡ് റൺ ചെയ്യണോ വേണ്ടതെന്ന്. ഓക്കെ, ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്ത് വെക്കാം. ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ശേഷം ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വാട്ടർ ബക്കറ്റിനകത്ത് ഒഴിക്കുക. 4 സൈഡിലും വാട്ടർ ബക്കറ്റ് ഒഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറ്റത്ത് തന്നെ വന്ന് നിൽക്കണം. അയ്യോ, അതൊഴിച്ച സ്ഥലം മാറിക്കുക, അറ്റത്ത് തന്നെ വന്ന് നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ അല്ല, അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഏത് ട്രാപ്പ് ഡോർ ആയാലും കുഴപ്പമില്ല, ഇത് തന്നെ വേണമെന്നില്ല. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ഈ ട്രാപ്പ് ഡോർ. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫില്ല് ചെയ്യാതെ ഇതുപോലെ ചെയ്ത് ഇതുപോലെ ലാസ്റ്റിൽ തുറക്കണം കേട്ടോ, അടച്ചനെ വെക്കരുത്. അപ്പം മോപ്സിന് അതോടെ വീഴൂല. അത് ഞാൻ തുറന്നിടാം. ഇങ്ങനെ തുറന്നിടാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എല്ലാ ഈ വെള്ളം പോണ എല്ലാ ഭാഗത്തും ഇങ്ങനെ വരെ വെള്ളത്തിൻ്റെ ഇവിടെ കൊണ്ടിടരുത്, അപ്പോൾ വെള്ളം പോകൂല. ഈ ഒരു ബ്ലോക്കിൻ്റെ താഴെയാണ് വെള്ളം, അതിൻ്റെ ബ്ലോക്കിൻ്റെ മേളായിരിക്കണം ഈ ട്രാപ്പ് ഡോർ വെക്കേണ്ടത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്യാം. അങ്ങനെ അതെ എല്ലാ ഭാഗത്തും ഞാനിങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ 2 ബ്ലോക്ക് ഹൈറ്റിൽ മേളോട്ട് മൂടാം. ഈ 2 ബ്ലോക്ക് ഹൈറ്റിൽ ചുറ്റും ഇങ്ങനെ വെച്ച് മേളോട്ട് മൂടാം. ഈ ഭാഗമൊക്കെ മൂടാം. ഉള്ളിൽ ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ മോവ് സ്പോൺ ആവില്ലെന്ന് എല്ലാവർക്കും അറിയാം. ടോർച്ച് വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ മട്ടയിലൊന്നും തന്നെ എല്ലാം കാണും. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. എന്താ ഒരു ബ്ലോക്ക് കുറുക്ക്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മൂടാം. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരും. ഹോൾസൊക്കെ ഉണ്ടാകുന്ന സൂക്ഷിച്ച് എല്ലായിടത്തും നോക്കിയിട്ടാണ് കേട്ടോ. ഹോൾസ് ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് കൊണ്ടാ മരിച്ചോണം മോപ്സില്ല. അത് അവരിവിടെ സ്പോണാവും. ചില നേരത്ത് നമ്മിനകത്ത് തന്നെ മോപ്സിനൊക്കെ കൊല്ലുമ്പോൾ നമുക്ക് ആർമറൊക്കെ കിട്ടും.
ഈ സോംബീസ് ചിലത് ആർമർ ഇടുമല്ലോ, ആർമറൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലത് കിട്ടൂല. ഇങ്ങനെ ചുറ്റും അടക്കുക. ഗൈസ് എന്നിട്ട് ഇങ്ങനെ 3 ലെയറായിട്ട് ഇങ്ങനെ പോയിട്ട് ഫുള്ളങ്ങ് അടക്കുക. ടോർച്ച് ഉള്ളിൽ വെക്കരുത്. ടോർച്ച് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ പിന്നെ എന്തിനാ ടോർച്ച് നമുക്ക് മേളിൽ വെക്കാനാണ്. മേളിൽ മോബുകൾ സ്പോൺ ആവാതിരിക്കും. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ മോബ്സ് സ്പോൺ ആവാൻ പാടുള്ളൂ. മേൽഭാഗത്ത് സ്പോൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരൂല, അവിടെ മാത്രം സ്പോൺ ആവും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. പിന്നെ ലൈക്കും ഒരു 1K ലൈക്ക് എല്ലാവരും തരുമോ പ്ലീസ്? 1K ലൈക്ക് എങ്കിൽ ഒരു 100 ലൈക്ക് ആയാലും മതി. ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ മൂടുക. ഇങ്ങനെ മൂടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് ടോർച്ച് ആവശ്യം. ഇങ്ങനെ മേളിൽ ടോർച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ രീതിയൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും വെക്കാം. പിന്നെ എൻ്റെ ഏതൊരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്യട്ടെ, മച്ചൻ സൂപ്പറാണ്. താങ്ക് യു ഫോർ ദ കമൻറ്റ് ബ്രോ. എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും കമൻറ്റിന് നന്ദി ഗൈസ്. ഒരു പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് കമൻസ് എടുക്കുമ്പോൾ എൻ്റെ വീഡിയോക്കകത്തും എല്ലാവരും കമൻറ്റ് ചെയ്യണ്ടല്ലോ എന്നൊരു സന്തോഷം വരും. അങ്ങനെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുക. ഇവിടെ ടോർച്ച് കൊടുക്കണം. ഞാൻ പിന്നെ ഒരു രസത്തിന് വെച്ച് കൊടുക്കണമല്ലോ. ഇവിടെ വെക്കേണ്ടി വരും. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ XP ഫാമിൻ്റെ ട്യൂട്ടോറിയൽ ഇത്ര ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. XP ഫാമിൽ വന്നു കഴിഞ്ഞ് പുള്ളി കണ്ട ഇങ്ങനെ തല്ലുമ്പോൾ ആൾ കുരിശാവും. ഇത് 1 ഹെൽത്തിലായിരിക്കും ഇവർ വന്ന് വീഴുക കണ്ട. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ വരുന്നത് ബൈ. അതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് മറക്കരുത്. ടാറ്റാ ബൈ ബൈ.